എൻ്റെ പേര് MK രാജു. ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡിൽ 4-ാം വാർഡിലാണ് താമസിക്കുന്നത്. എനിക്ക് ലൈഫിൽ കിട്ടിയ വീടാണ്. എത്ര ലക്ഷം രൂപയാണ് ലൈഫിൽ കിട്ടിയത്? 4 ലക്ഷം രൂപ. 4 ലക്ഷം. ഏത് പഞ്ചായത്തില്? ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡാണല്ലേ? 4-ാം വാർഡ്. മുഴുവൻ തുകയും കിട്ടിയോ? മുഴുവൻ തുകയും കിട്ടി. അപ്പോൾ എങ്ങനെയുണ്ട് വീടിൻ്റെ അവസ്ഥ? പണി ഇങ്ങനെ കുറച്ചുകൂടെ പണി തീരാനുണ്ട്. പിന്നെ എന്നാലും ഈ വീട് ഗവൺമെൻറ് ഈ ഒരു പദ്ധതി കിട്ടിയത് സന്തോഷമുണ്ടോ? പിന്നെ സന്തോഷമുണ്ട്. നേരത്തെ എവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്? ഇതിനപ്പുറത്ത് ഈ 4-ാം വാർഡിൽ തന്നെ അപ്പുറത്ത് പട്ടംനിറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അന്നത്തെ വീടിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് എല്ലാം കൂടെ ഇടിഞ്ഞു. പിന്നെ താഴെ ഒരു കുഴിയുണ്ട്. ആ കുഴിക്കകത്തൊരു വീട് മൊത്തം കൂടി ഇടിഞ്ഞു പോയത്. അതോടെ വീട് വെക്കാനൊക്കത്തില്ലെന്ന് വീടിൻ്റെ മണ്ടയിലെ ഓടിപ്പോയി. അപ്പോൾ ഇത് വളരെ സുരക്ഷിതമായ ഒരു വീടായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ സന്തോഷം. ഇത്രയും ഒരു വീട് കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സാറേ. എത്ര ലക്ഷം രൂപയാണ് ഇതിൽ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയത്? 4 ലക്ഷം. 4 ലക്ഷം. എത്ര തവണയായിട്ടാണ് കിട്ടിയത്? എനിക്ക് 4 തവണ 3 തവണ. ഏകദേശം 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചോ? പൂർത്തീകരിക്കാൻ സാധിച്ചു. ഈ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഏതൊക്കെ റൂമുകളാണ്? 2 ബെഡ്റൂം, ഒരു അറ്റാച്ച്, ഒരു ഹാള്, ഒരു അടുക്കള, ഒരു സിറ്റ് ഔട്ട്. മോൾക്ക് ഇച്ചിരി വയ്യാഴികയുണ്ട്. വയ്യാഴികയാണ്. 70%. 75%. അപ്പോൾ ബഡ് സ്കൂളിൽ പോകുന്നുണ്ടോ? ഉണ്ടാവും. അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം? നമുക്ക് ഫീസ് വല്ലതും അടയ്ക്കണം? ഫീസൊന്നും അടയ്ക്കണ്ട. പിന്നെ വണ്ടിക്കൂലി 2000 രൂപ വീതം കൊടുക്കണം മാസം തോറും. പിന്നെ ഇതിന് മരുന്നും ഒക്കെ മേടിക്കാൻ. അപ്പോൾ ഗവൺമെൻറ് സഹായങ്ങളുണ്ടോ കുഞ്ഞിന്? സഹായമുണ്ട്. വർഷത്തിലെ സ്കോളർഷിപ്പ് കിട്ടും, അല്ലാതെ പെൻഷനും ഉണ്ട്. സഹായങ്ങളൊന്നുമില്ല. സ്കോളർഷിപ്പ് എത്ര രൂപയാണ് കിട്ടുന്നത്? 28,000 രൂപ കിട്ടും ഒരു വർഷത്തിൽ. 28,000 ഒരു വർഷത്തിൽ കിട്ടും. കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചിത്രയിലാണ് കാണിക്കുന്നത്. തിരുവനന്തപുരം ചിത്രയിലാണ് ഇപ്പം കൊണ്ടുവന്നു ഹാർട്ടിൻ്റെ ഓപ്പറേഷന് വേണ്ടി. സർജറിയൊക്കെ ചെയ്ത് സാധാരണ പോലെ ആക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ഈ ലൈഫ് വീടിൽ നമ്മുടെ അടുക്കളയുണ്ട്, ലിവിങ് റൂമുണ്ട്, ബെഡ്റൂം 2 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ബാത്റൂമും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു വീട്ടിൻ്റെ സൗകര്യങ്ങളിൽ നിങ്ങൾ സംതൃപ്തരാണ്? കൂടാതെ ഒരു സിറ്റ് ഔട്ടും ഉണ്ട്. വീട്ടമ്മയാണല്ലേ? അതെ സാറേ. സന്തോഷം, വളരെ സന്തോഷം സാറേ, വളരെ സന്തോഷം. അപ്പോൾ എങ്ങനെയാണ് ജീവിക്കുകയും ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് സാറേ? ജീവിത സാഹചര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ എങ്ങും ഇറങ്ങി പോകുന്നില്ല. ഭർത്താവ് പോയി ജോലി ചെയ്തുകൊണ്ട് വന്നിട്ടാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കൂലി വേലയാണ്, അല്ല മറ്റു ജോലിയായിട്ടൊന്നും കൂലി വേലയാണ് ചെയ്യുന്നത്. അപ്പം അത് ഇപ്പം പണി അങ്ങനെ ഇല്ല താനും, കൂലി വേല. അപ്പോൾ സർക്കാരിൻ്റെ ഒരു 4 ലക്ഷം രൂപ. അതെ അതെ. വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം സാറേ, വളരെ വളരെ സന്തോഷം. എങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്തത് ഒന്ന് പറയാമോ? ഈ ലൈഫ് പദ്ധതിയിൽ എങ്ങനെയാണ് അപേക്ഷ കൊടുത്തത്? ഞാനല്ല, അണ്ണനെ കൊണ്ട് കൊടുത്തോണ്ട് അറിയത്തില്ല. അക്ഷയ അങ്ങനെ കൊണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ചികിത്സയും പിന്നെ കുഞ്ഞിൻ്റെ പഠിത്തവും എല്ലാം കൂടെ നിങ്ങളുടെ പ്രായാധിക്യവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വീട് അത്യാവശ്യമായിരുന്നു സാറേ, അത്യാവശ്യമായിരുന്നു. അത്യാവശ്യമാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടി അത്യാവശ്യമായിരുന്നു. കുഞ്ഞിൻ്റെ പേരെന്താണ്? സ്നേഹ. പേരെന്തുവാ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടോ? വീട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ലിവിംഗ് റൂം അല്ലേ? ഇത് ഏകദേശം ഒരു 8 ലക്ഷം രൂപയുടെ ചിലവുണ്ടായി കാണും ഈ ഒരു വീട് നിർമ്മിക്കുന്നത്.
ആ ഇത് ബാത്റൂം അല്ലേ? ബാത്റൂം ഇനിയും പണികൾ ബാക്കിയുണ്ട്. ആ ഇതാണ് ബെഡ്റൂം അല്ലേ? ബെഡ്റൂം ആവശ്യത്തിന് വലിപ്പം ഉണ്ടോ? ഇത്രയും ഗവൺമെൻറ് പറഞ്ഞ ആ വലിപ്പം തന്നെ ഉണ്ട് അല്ലേ? എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു? ആ ശരി. ആ ഇത് അടുക്കള. അടുക്കളയുടെയൊക്കെ പണികൾ ബാക്കി കിടപ്പുണ്ട് അല്ലേ? ആ